ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. ആദ്യം തന്നെ നമ്മൾ ചിക്കൻ വാങ്ങിക്കാൻ പോയി. ചിക്കൻ വാങ്ങിച്ച് വന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്ന കാര്യപരിപാടികളാണ്. നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഓരോ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ചിക്കനെല്ലാം നന്നായി കഴുകി സെറ്റാക്കിയിട്ടുണ്ട്. നന്നായിട്ട് അതിലുള്ള വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് നമുക്കിനി ഇത് കുറച്ച് നേരത്തേക്ക് നമുക്ക് മാറ്റി വെച്ച് നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഒന്ന് വയ്ക്കാം. അതൊന്ന് അവിടെ ഇരുന്ന് സെറ്റായിക്കോട്ടെ. അതിന് ശേഷം നമുക്ക് കുറച്ച് കലാപരിപാടികളുണ്ട്. ഇതെൻ്റെ ഒരു മിനി ഫ്രിഡ്ജാണ്, റൂമിലുള്ള ഒരു മിനി ഫ്രിഡ്ജാണിത്. അങ്ങനെ നമ്മൾ ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. അടുത്തതായിട്ടുള്ള ടാസ്ക് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളി അരിയണം. ഏകദേശം ഒരു 10 മുതൽ 12 ഉള്ളി വരെ ഞാൻ ഏകദേശം എടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ സബോളയാണ് ഈ കറീൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണിതെന്ന്. കാരണം നമ്മളൊരു വേറെ രീതിയിലാണ് ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ സാധാരണ വെക്കുന്ന കൂട്ടല്ല, വേറൊരു രീതിയിലാണ് നമ്മൾ ഈ ചിക്കൻ കറി വെക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഒരു തവണയെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സ്വാദ് എങ്ങനെയാണ്. ഇതിനെ ആക്ച്വലി നമ്മൾ വിളിക്കുന്നത് ചിക്കൻ ചുക്ക എന്നാണ് ശരിക്കും ഇതിൻ്റെ ഒരു പേര്. പക്ഷേ ഞാൻ ഉണ്ടാക്കിയിട്ട് വരുമ്പോൾ ചുക്കിയാണെന്നൊന്നും അറിയാൻ പറ്റില്ല. എന്നാലും നമുക്ക് നോക്കാമെന്നേ. ഞാൻ ഇത് മുന്നേ ഇതുപോലെ 2 തവണ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കറി. അതുകൊണ്ട് എനിക്കിത് വളരെ ഇഷ്ടമാണ്. ഇത് എൻ്റെ ഒരു കസിൻ ചിഞ്ചു ആണ് എനിക്ക് ഈ ഒരു കറി പറഞ്ഞു തരുന്നത്. ചേച്ചി ട്രൈ ചെയ്ത് കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്കിങ്ങനെ പറഞ്ഞു തന്നതാണ്. ഇത് പിന്നെ നമുക്ക് ഹോസ്റ്റലിൽ വെക്കാനും കുറച്ചും കൂടി ഈസിയാണ്. സാധാരണ ഞാൻ ചിക്കൻ വെച്ച് കഴിയുമ്പോൾ മിക്കപ്പോഴും ഇത് ഫ്ലോപ്പ് ആവാണ് ഉണ്ടാവാറ് ആക്ച്വലി. എന്തെങ്കിലും പിന്നെ ഒന്നാമത് വിചാരിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മസാലകൾ ഇവിടെ കിട്ടാറില്ല. കാരണം ഇവിടുത്തെ മസാല യൂസ് ചെയ്യുമ്പോൾ ടേസ്റ്റും ഡിഫറെൻ്റാണ്. നമുക്ക് ആകെ ഒരു ഇത് കിട്ടുന്നില്ല. പിന്നെ ഇൻഡക്ഷനിൽ അതിൻ്റേതായ പരിമിതി കാര്യങ്ങളുണ്ട്. നമ്മൾ റൂമിൽ വയ്ക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ ലിമിറ്റേഷൻസ് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ മെയിനായിട്ടുള്ള ടാസ്ക്കാണ് ഈ സബോള അരിയാൻ. നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സബോള ആയതുകൊണ്ട് ഞാൻ എല്ലാം നന്നായി ചെക്ക് ചെയ്യും. കാരണം അതിൻ്റെ തൊലി കളഞ്ഞ് ഒന്നുകൂടെ വാഷ് കൂടെ ചെയ്യാറുണ്ട് ആക്ച്വലി. സബോള അതിൽ നിറയെ ചിലപ്പോൾ ചെളി കാര്യങ്ങളുള്ളതുകൊണ്ട് നന്നായിട്ട് വാഷ് ചെയ്യാറുണ്ട്. ഞാൻ മെല്ലെ ഇരുന്നിട്ട് ഇങ്ങനെ സബോള ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്. കാരണം എന്ന് വെച്ചാൽ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങും നമ്മളിത് അരിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. ഇതിൽ മെയിനായിട്ടൊരു സ്റ്റെപ്പ് പറഞ്ഞാൽ സബോളയാണ്. ഇതിൽ മെയിൻ ഒരു ഐറ്റം എന്ന് പറയുന്നത് സബോളയാണ്. പൊടികളൊക്കെ അതിന് ശേഷം വരുന്ന കാര്യമാണ്. ഞാൻ വയ്യാണ്ടായി തുടങ്ങിയിട്ട് എനിക്കാണെങ്കിൽ ബാക്ക് പെയിൻറ്റ്, കാരണം ഓൾറെഡി ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടാണ് ഇതിനിരിക്കുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളെല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ ഞാൻ എന്തായാലും ഇടാം. കാരണം എല്ലാവരും നിങ്ങൾ ഒരു തവണയിൽ ഇത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. അപാര ഒരു ടേസ്റ്റാണിത്. പകുതി പേർക്ക് ഇങ്ങനെ ഒരു ഇതറിയില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ നോക്കിയാൽ ഇതിന് വേറെ കുറേ വ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് കുറച്ചും കൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു റെസിപ്പി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ്. ഇത്രയും ഈസിയാണ്, പെട്ടെന്നാവും ചെയ്യും. നമുക്കിതിപ്പോൾ റൈസിൻ്റെ കൂടെ കഴിക്കാം, പൊറോട്ട ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. അടിപൊളി ഒരു റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. എൻ്റെ ക്ഷമയൊക്കെ പലക കണ്ടു തുടങ്ങി ആക്ച്വലി. എനിക്ക് പുറമേ എടുക്കുന്നുണ്ട്. ഫൈനലി നമ്മുടെ സബോള എല്ലാം തൊലി കളഞ്ഞ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഇതെല്ലാം തൊലി കളഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അത്രയും വലിയ സബോള കിട്ടാനുമില്ല, ചെറിയ സബോളയാണ്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം 10 മുതൽ 12 വരെ എടുത്തു എന്ന് പറയുന്നുണ്ട്. കാരണം സബോള കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്രേവിയിലൊരു പ്രത്യേക ടേസ്റ്റ് അതിനകത്ത് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് സബോള ഞാൻ അധികമായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത്. സബോള കുറവ് ആവശ്യമുള്ളവർക്ക് സബോള കുറച്ച് ചേർത്താൽ മതി. എനിക്ക് കുറച്ചുകൂടെ സബോള ഇട്ട് ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമായി. ആ ഒരു ഗ്രേവിൻ്റെ ആ ഒരു സബോളൻ്റെ ഒരു ഇത് വരുമ്പം ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ആക്ച്വലി. അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡിയ പോലെ നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. വേറെ ഒരു ലെവൽ ടേസ്റ്റ് ആയിരിക്കും നമ്മൾ സബോള അധികം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഞാൻ എന്ത് സബോളനെ തന്നെ വർണ്ണിച്ചുകൊണ്ടിരിക്കണേന്ന്? ചുമ്മാ രസം, ഇതൊക്കെയല്ലോ രസം. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. നമുക്കിനി അത് കഴിഞ്ഞിട്ട് അടുത്ത കാര്യപരിപാടി നടക്കാം. ഞാനതെല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ കരയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് വെച്ചതാണ് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് കറിയിൽ മാത്രം നടക്കുള്ളൂ, വീഡിയോ എടുക്കലൊന്നും നടക്കത്തില്ല. പിന്നെ നമ്മൾ നീളനെയാണ് ഈ സബോള ഇതിലേക്ക് അരിയുന്നത്. നീളനെ അരിഞ്ഞാൽ മതി. ഞാൻ രാവിലെ ഞാനൊരു മട്ടൻ കറിയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞത്. നമുക്ക് ഈ ചിക്കൻ കറിയിലോട്ട് നീളനെയാണ് ശരിക്കും ഈ സബോള വേണ്ടത്. നീളനെ തന്നെ, കറക്റ്റ് നീളനെ ഈ സബോള ഇതിലോട്ടേക്ക് വേണം. ഏകദേശം നല്ല രീതിക്ക് സബോള എടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും. ക്ലിയർ ആയില്ലേ? നമ്മൾ ഫസ്റ്റ് നടു മുറിച്ച് അതിൻ്റെ ആ ഒരു എഡ്ജിൻ്റെ ഒരു ഭാഗമല്ലേ, ഇപ്പം നമ്മൾ ഇത് ചെറിയ സബോള ആയതുകൊണ്ട് അധികം മൂപ്പ് ഇല്ലാത്തതാണ്. മൂത്ത സബോളയാണ് നമ്മൾ ആ ഒരു എഡ്ജിൻ്റെ ഭാഗം അവിടെ നമ്മൾ എടുത്ത് കളയും. ബാച്ചിലേഴ്സിനൊക്കെ സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണിത്. ഇപ്പോൾ നമ്മൾ മിക്ക ഹോസ്റ്റലേഴ്സിൻ്റെ വീഡിയോസിൽ കണ്ടു കഴിഞ്ഞാലും നമ്മൾ ഈ പറഞ്ഞ കൂട്ടാണ്. നമ്മൾ മറ്റേ ഇതിനകത്തല്ലേ കെറ്റിലൊക്കെ ചിക്കൻ വയ്ക്കുന്ന എന്തോരം വീഡിയോസ് ഉണ്ടെന്ന് അറിയും.
പക്ഷേ ഇത് അതിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു വീഡിയോ ആണ്. എന്തായാലും നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ചെയ്ത് നോക്കണം. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരുന്ന് അരിയലാണ് എൻ്റെ മെയിൻ ടാസ്ക്. മെല്ലെ 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 ഇരുന്ന് അരിഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി ഏകദേശം എൻ്റെ അരിഞ്ഞ് തീരാറെല്ലായിട്ടുണ്ട്. ആദ്യം 2 സബോള എടുത്ത് നടുമുറിച്ച് അതിങ്ങനെ ചെറിയ പീസ് 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 നീളനെ വെട്ടിയരിയലാണ് മെയിൻ പരിപാടി പറയുന്നത്. അതിൻ്റെ ഇടയിൽ പിന്നെ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. എന്നെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷൻസും എനിക്ക് അത്രയും വിലപ്പെട്ടതാണ്. എല്ലാവരും എന്നെ മറക്കാതെ തന്നെ ഫോളോ ചെയ്യണേ. എൻ്റെ വീഡിയോ എല്ലാവരും കാണണം, ഇടുന്നതെല്ലാം തന്നെ. ഇപ്പോൾ ഇത്ര പേര് ഇട്ട വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. പിന്നെ എന്നെ എൻ്റെ എല്ലാ വിശേഷവും കമൻറ്റിലൂടെ അറിയിക്കണേ. അങ്ങനെ സബോള എന്തോരം അരിഞ്ഞിട്ടും തീരുന്നില്ല. കാരണം ഇത് നമ്മൾ ആക്ച്വലി ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ തന്നെയാണ് ഇത്. നമ്മളൊരു വീഡിയോ എടുത്ത് നമ്മൾ ചെയ്ത് വരുമ്പോൾ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഇതെല്ലാം എന്തോരം പാടാണെന്നുള്ളൊരു. പക്ഷെ ഒരു വീട്ടമ്മേനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിൽക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവരൊക്കെ ഡെയിലി ചെയ്യുന്നത് ശരിക്കും നമ്മളവരെ സമ്മതിക്കാൻ തന്നെ വേണം. നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇറങ്ങി തിരിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ജോലി സംബന്ധമായി നമ്മൾ ഒറ്റപ്പെട്ട് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇതെല്ലാം നമ്മുടെ വീട്ടിലുള്ളവർ എത്ര കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത് നമുക്ക് അപ്പോഴാണ് ഒരു ഐഡിയ തന്നെ വരുന്നത്. ശരിക്കും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ട ഒരു ഇത് തന്നെയാണ്. നമ്മൾ ചിലരൊക്കെ പറയും വീട്ടു ജോലിക്ക് എന്താ സിമ്പിളല്ലേ, പക്ഷേ നമ്മൾ എന്നോട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഞാൻ എന്നോട്ട് കുക്ക് ചെയ്യാൻ തുടങ്ങി അപ്പോഴാണ് ഒരു കറിക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണം, അത് വേണം, ഇത് വേണം, നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ ഒരിത്. പിന്നെ എനിക്ക് അതിൻ്റെ ഇടയിൽ ആയമ്മ ജസ്റ്റ് ഒരു കോഫി കൊണ്ടുവന്ന് തന്നെ. ഇവിടെ ഞാൻ പറഞ്ഞില്ല ഹോസ്പിറ്റലിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കോഫി കൊണ്ടുവന്ന് തന്നു. പിന്നെ അതിൻ്റെ ഒരു ഗ്യാപ്പിൽ അത് കുടിക്കാൻ വിചാരിച്ചു. ഞാനല്ല ഒട്ടുമിക്ക മലയാളികളും നമ്മൾ ചായക്ക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും എന്തായാലും. എൻ്റെ മാത്രം കപ്പാണ്. ഇവിടെയുള്ളവർ പൊതുവെ കുറച്ച് കോഫി അല്ലെങ്കിൽ കുറച്ച് ചായ മാത്രം കുടിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ എനിക്കാണെങ്കിൽ നിറയെ വേണം. അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് വാങ്ങിച്ച് ഒരു കപ്പ് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ സമയമായി കഴിയുമ്പോൾ അവരെനിക്ക് റൂമിൽ കൊണ്ടുവന്നിട്ട് തരും. അങ്ങനെ അതെല്ലാം കുടിച്ചു. ഞാൻ ഒന്ന് ക്യാമറ വേറെ ആംഗിളിലോട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് അവിടെ ഇരിക്കുമ്പോൾ നല്ലൊരു ബാക്ക് പെയിൻ വരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നീക്കി വെച്ച് വീണ്ടും എൻ്റെ കലാപരിപാടികൾ തുടങ്ങി. വീണ്ടും ഞാൻ അരിയാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അരിഞ്ഞ് തീരുന്നില്ല, അത് നിറയെ ഉണ്ട് അരിയാൻ വേണ്ടി. ഞാനിങ്ങനെ ടേബിളിൽ വെച്ചിട്ട് ഇങ്ങനെ മുറിച്ച് കൊണ്ടിരുന്നു. എന്നിട്ടും സെറ്റായില്ല. എന്നിട്ട് ഞാൻ പിന്നെ മാറ്റി വേറൊരു ഇതെടുത്ത് മടിയിൽ വെച്ചിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ ഇടയ്ക്ക് അങ്ങനെ ക്യാമറ നോക്കുന്നുണ്ട്, ഇടയ്ക്ക് ഞാൻ അവിടെ ഇരുന്ന് അരിയുന്നുണ്ട്. ഫുൾ ടൈം ക്യാമറ നോക്കിയിട്ട് എൻ്റെ കൈ മുറിയും. അതുകൊണ്ട് ഞാൻ താഴത്തും കൂടെ നോക്കിയിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വേറെ എന്തൊക്കെയോ ആലോചിക്കുന്നുണ്ട്. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോകണം. ഇതെന്തായാലും സെറ്റ് ചെയ്തിട്ടൊന്ന് പുറത്ത് പോകണം. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കാനുള്ള ദോശമാവ് കഴിഞ്ഞു ഓൾറെഡി. അപ്പോൾ ഇനിയിപ്പോൾ അരയ്ക്കാനൊന്നും നിൽക്കുന്നില്ല. ഓൾറെഡി ഇവിടെ ഒരു മാർട്ടുണ്ട്, അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ റെഡി ബാറ്റർ വാങ്ങിക്കാനായിട്ട് കിട്ടും. അപ്പോൾ ഏകദേശം കുറേയൊക്കെ കഴിയാറായിട്ട് എൻ്റെ സബോള ഞാൻ പറഞ്ഞില്ലേ 10 മുതൽ 12 സബോള വരെ എടുത്തിട്ടുണ്ട്. ചെറിയ സബോളയാണ്, അതുകൊണ്ടാണ് ഇത്ര അധികം സബോള എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര ആവശ്യങ്ങളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഇത് പതുക്കെ ഇരുന്നിങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചായ കൂടി കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ആ ഉറക്കക്ഷീണമൊക്കെ മാറിക്കിട്ടി. പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഇങ്ങനെ ബാക്കിൽ ചെറിയൊരു പെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം സെറ്റായി, അടിപൊളി, പവർ വരട്ടെ. അങ്ങനെ നമുക്കിത് ഒരു ദിവസം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇത്ര. അപ്പോൾ എല്ലാ ദിവസവും ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥയ്ക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ അല്ലേ. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അവരൊക്കെ നമ്മൾ ശരിക്കും റെസ്പെക്റ്റ് ചെയ്യേണ്ട ആൾക്കാരാണ്. ഞാൻ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഏകദേശം ഞാനൊരു 8-9 വർഷമായിട്ട് ഹോസ്റ്റലിൽ തന്നെയാണ്. എന്നാലും കുക്കിംഗ് കുറച്ചും കൂടി തുടങ്ങിയത് ഇവിടെ ഹൈദരാബാദ് വന്ന ശേഷമാണ്. ഇങ്ങനെ എൻജോയ് ചെയ്ത് കുക്ക് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു ഇതൊക്കെ നമ്മൾ ഇവിടെ വന്ന ശേഷമാണ് ഇതാണ്. പിന്നെ എനിക്ക് അത്ര വലിയ കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും അറിയില്ലെങ്കിൽ പോലും നമ്മുടെ അമ്മയിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ വേറെ പലരോടും ചോദിച്ചിട്ട്, എൻ്റെ ചേച്ചിയോടാണെങ്കിലും കസിൻസിനോടാണെങ്കിലും വേറെ ആൻറ്റിമാരുടെ എല്ലാം ചോദിച്ചിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും കുക്കിംഗ് നമ്മൾ ശീലമാക്കുന്നത്. അങ്ങനെ ഏകദേശം എൻ്റെ എല്ലാം അരിഞ്ഞിവിടെ കഴിഞ്ഞു. സമാധാനമായി എനിക്ക്. അതാണ് എൻ്റെ മനസ്സിൽ. ഇനി അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സബോള ആക്ച്വലി പൊരിച്ചെടുക്കണം. അതാണ് മെയിൻ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൂട്ടത്തോടെ ഇട്ട് കഴിഞ്ഞതൊന്ന് ഫ്രൈ ആയിട്ട് വരാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ വിടർത്തി എടുക്കണം. ഓൾറെഡി ഈ സബോള നമ്മളിങ്ങനെ നീളനെ അരിയുമ്പോൾ ഇത് കട്ട പിടിച്ചിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. നമ്മൾ ഈ ഉള്ളിവടയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബോള സാധാരണ അങ്ങനെ ചെയ്യുക. അതുപോലെ ഒന്നത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എടുത്താക്കി കഴിഞ്ഞാൽ അത് ഏകദേശം വന്ന് കിട്ടുള്ളൂ. അപ്പോൾ പിന്നെ അത് പെട്ടെന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി അതിന് ശേഷം ഞാൻ ഇൻഡക്ഷൻ ഓൺ ചെയ്ത് കുക്കർ വെച്ചിട്ടുണ്ട്. വേറെ ഫ്രൈ പാൻ ഉണ്ട്, പക്ഷേ അതിനകത്ത് ഓൾറെഡി വേറൊരു കറി ഇരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കർ വെച്ചിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടി വെച്ചേക്കാണ്. ഇപ്പോൾ ഇൻഡക്ഷനിൽ ഒന്ന് ചൂടായി വന്ന ശേഷം അതിനകത്ത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് അധികം ഒഴിച്ചോട്ടെ, കാരണം ഇത്രയും സബോള ഉണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഫ്രൈ ആയിട്ട് വരണം.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം അതിന് ശേഷം സബോള ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ സബോള വഴറ്റാൻ നേരത്ത് ഉപ്പിട്ട് കൊടുക്കാറുണ്ട്, കാരണം ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ വേണ്ടി. പക്ഷേ ഇതിനങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ എണ്ണയിൽ കിടന്നിട്ട് ഇത് അങ്ങനെ തന്നെ ഫ്രൈ ആവണം. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിറയെ ഇപ്പം നന്നായിട്ടത് ഫ്രൈ ആവുന്നുണ്ട്. എണ്ണ കണ്ട് പേടിക്കേണ്ട കാര്യം, നമുക്കത് ഊറ്റിക്കളയാം. സോ ഇപ്പം നന്നായിട്ടത് ഫ്രൈ ആയി വരുന്നുണ്ട്. അതൊരു ഏകദേശം അതൊരു ബ്ലാക്ക് കളർ പോലെ വരണം. അപ്പോഴാണത് കറക്റ്റായിട്ട് ഫ്രൈ ആവത്തുള്ളൂ. ഉപ്പ് കാര്യങ്ങൾ ഒന്നും തന്നെ ഇട്ട് കൊടുക്കണ്ട. ഏകദേശം ജസ്റ്റ് കുക്കർ വയ്ക്കുക, ചൂടാവുക, എണ്ണ ഒഴിക്കുക, അതിന് ശേഷം സബോള ഇടുക. ഇടയിലൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വേറെ അതിനകത്ത് ഒരു പരിപാടിയും ചെയ്യാൻ നിൽക്കണ്ട. ഏകദേശം ഇപ്പം എല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം ഞാൻ ആ എണ്ണയിൽ നിന്ന് മാറ്റി ഇതിനകത്തേക്ക് വേറൊരു ബൗളിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ചിക്കൻ എടുത്തു. ആ ചിക്കനിലേക്ക് ആദ്യം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. അതിന് ശേഷം ഇനി പൊടികൾ ചേർക്കാണ്. ആദ്യം തന്നെ മഞ്ഞപ്പൊടിയാണ് ചേർക്കേണ്ടത്. എനിക്കിങ്ങനെ എത്ര സ്പൂൺ അത് പറയാൻ അറിയത്തില്ല. നമ്മുടെ ഒരു ഏകദേശം അളവ് വെച്ചിട്ട് നമ്മളൊരു ഐഡിയ പോലെ ഇടുവാണ്. അതിന് ശേഷം ഉപ്പ് ചേർക്കുന്നുണ്ട്. നമ്മൾ എത്രയാണ് ചിക്കൻ എടുക്കുന്നത് അതിലേക്ക് ആവശ്യമായ ഉപ്പ്, ബാക്കിയുള്ള പൊടികൾ അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. അതിന് ശേഷം മല്ലിപ്പൊടി ഏകദേശം നമ്മുടെ ഒരു ഐഡിയ പോലെ ഇട്ടാൽ മതി. അല്ലാതെ എനിക്ക് അങ്ങനെ കണക്ക് പറയാൻ അറിയത്തില്ല. നമ്മൾക്കൊരു എന്തായാലും ഒരു ഐഡിയ ഉണ്ടാവില്ല, ഐഡിയ പോലെ ഇട്ടാൽ മതി. പിന്നെ നല്ല ചുമന്ന മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, നല്ല എരിവുള്ളതാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ നല്ല കളർ കിട്ടുന്നത് അങ്ങനെ. അതിന് ശേഷം അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന സബോള സൈഡിൽ വയ്ക്കുക. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് പൊടി അതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചിട്ടാൽ മതി. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് മുന്നിൽ നിൽക്കുക. അതുകൊണ്ട് കുറച്ചൊരു ഫ്ലേവറിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലി ചിക്കൻ്റെ. ഇവിടെ ചിക്കൻ മസാല ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, അപ്പോൾ ഈസ്റ്റേണിൻ്റെ ചില്ലി ചിക്കൻ്റെ കിട്ടിയ, അപ്പോൾ പിന്നെ നമ്മുടെ നാട്ടിലൊരു ടേസ്റ്റ് വരുന്നുണ്ട്. അത് കുറച്ചൊന്ന് അധികം അങ്ങ് തൂവിക്കൊടുത്തു കേട്ടോ. അത് അധികം എരിവില്ലാത്തതാണ്. അതിനുശേഷം അടുത്ത പടി പറഞ്ഞു കഴിഞ്ഞാൽ പൊരിച്ച് വെച്ച സബോള നന്നായിട്ട് ആ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. അതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നേരത്തെ പൊരിക്കാനെടുത്ത ആ കുറച്ച് എണ്ണ അതിനകത്ത് ബാക്കിയുണ്ടായിരുന്നു, ആ എണ്ണ കൂടെ അതിനകത്ത് ഒഴിക്കുക. അതുപോലെ തന്നെ കറിവേപ്പില ഏകദേശം ഒരു 3-4 എന്നുള്ള ഒരു ഇതിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക. അതായത് 3-4 ഒരു അല്ലി കറിവേപ്പില ഇട്ട് കൊടുക്കുക. അടുത്തത് നന്നായിട്ട് കൈ വെച്ച് തന്നെ കുഴയ്ക്കണം. കൈ വെച്ച് നന്നായി കുഴയ്ക്കണം. എല്ലാ ചിക്കനിലേക്കും അത് നന്നായിട്ട് എത്തണം. നന്നായിട്ട് കൈ വെച്ച് കുഴയ്ക്കുക തന്നെ വേണം. അപ്പോഴാണ് ആ ചിക്കനിലൊക്കെ അത് കറക്റ്റായിട്ട് യോജിക്കത്തുള്ളൂ. നമ്മൾ ചേർത്ത പൊടികളായിക്കോട്ടെ, പേസ്റ്റ്, കറിവേപ്പില, സബോള, അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഇത് എത്തും. എല്ലാം യോജിച്ച് സെറ്റായ ശേഷം ഏകദേശം ഈ ഒരു ഇതിൽ വരും. ഇത് നമുക്ക് അരമണിക്കൂർ മാറ്റി വയ്ക്കണം. നിർബന്ധമായിട്ടും അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ, അരമണിക്കൂർ മാക്സിമം എന്തായാലും ഇതൊന്ന് നമുക്ക് മാറ്റി വയ്ക്കണം, അടച്ചു മൂടി വയ്ക്കണം. എന്നാലും ഇതൊന്ന് സെറ്റ് ആവത്തുള്ളൂ. ഞാൻ അത് അടച്ചു മൂട്ടി ഇതങ്ങനെ തന്നെ ഫ്രിഡ്ജിനകത്തേക്ക് വയ്ക്കുകയാണ് എല്ലാം. അതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്, ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എനിക്ക് മാവ് വാങ്ങിക്കാൻ വേണ്ടി പോകണം. എൻ്റെ ദോശമാവെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തുള്ള ഒരു സ്മാർട്ടിലേക്കാണ് പോകുന്നത്. ജിയോൻ്റെ സ്മാർട്ടാണ്. അപ്പോൾ ഇവിടെ പോയിട്ട് എനിക്ക് എന്തായാലും എടുക്കണം. എന്നാലും എനിക്ക് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റത്തുള്ളൂ. രാവിലെ ദോശ ഉണ്ടാക്കാമെന്നാണ് ഇപ്പോൾ പരിപാടി. അതല്ലെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കും. രണ്ടും, ഇഡ്ഡലി കുക്കറുണ്ട് കയ്യിൽ, ദോശ പാനുണ്ട്. ചെന്നു ഒരു ദോശ ബാറ്റർ, നല്ലൊരു ബാറ്ററാണ് ഇത്. ഞാൻ നാട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഇത് തന്നെയാണ് യൂസ് ചെയ്യാറ്. അതാണ്. പിന്നെ അപ്പുറത്തിരിക്കുന്നത് സ്പ്രോട്ട്സാണ് എൻ്റെ മെയിൻ ഐറ്റം. പിന്നെ അതൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് ഞാൻ എന്താ റൂമിലെത്തി. നമ്മുടെ ചിക്കൻ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊന്ന് മിക്സ് ചെയ്ത് ഞാൻ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പൊരിച്ച സബോള പൊരിച്ച അതേ കുക്കർ തന്നെ വെക്കുക. അതിനകത്ത് കുറച്ച് ഓയിൽ ഉണ്ടായിരുന്നു, കുറച്ചൊന്ന് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതേ കുക്കർ തന്നെ, വേറെ പാത്രം എടുക്കണമെന്നൊന്നുമില്ല. കാരണം അതിനകത്ത് തന്നെ പൊരിക്കുന്നതാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് വരാം. നമ്മൾ ഓൾറെഡി സബോള ഇതാക്കിയതിൻ്റെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളും അതിനകത്തുണ്ടാവും. അതിന് ശേഷം ഈ ചിക്കൻ അതിനകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ യോജിച്ച് വെച്ച ചിക്കൻ അങ്ങനെ തന്നെ, വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല കുക്കറിൽ. ജസ്റ്റ് ഞാൻ ഓയിൽ ചേർത്തു. അതിന് ശേഷം ആ ചിക്കൻ ഇട്ടു. കുക്കർ അങ്ങ് അടച്ച് വയ്ക്കുക. വിസിൽ മാറ്റി വയ്ക്കണേ. ജസ്റ്റ് ആവിയിലാണിത് വേവേണ്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കരുത്. ഞാനത് കഴിഞ്ഞ് തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തുറന്നപ്പം നന്നായിട്ട് വരുന്നുണ്ട്, നല്ല രീതിയിൽ അത് വരുന്നുണ്ട്. ഏകദേശം അത് സ്റ്റീം ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ നമ്മൾ ഒരുപാട് നേരം അടച്ചു വെച്ചാൽ അതിനകത്ത് വെള്ളം കൂടുതലും ഇങ്ങനെ ഫോം ആവേ. അപ്പോൾ ചാറ് ആവശ്യമുള്ളവർ, ഗ്രേവി ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ, അതല്ലെങ്കിൽ തുറന്ന് വെച്ചിട്ടൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ കുറച്ചുകൂടെ സെറ്റാവും. ഞാനിട്ട് തുറന്ന് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിച്ചേ. അപ്പോൾ കുറച്ചുകൂടെ നല്ല മണം വരുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു തവണ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം.
അതിനുശേഷം ഒന്നും വേവിച്ചു. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ചിക്കൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അടിപൊളി ടേസ്റ്റാണ്. ചിക്കൻ ചുക്ക എന്നാണ് ശരിക്കും ഇതിനെ പറയുന്നത്. ഞാൻ ഉണ്ടാക്കി വന്നപ്പോൾ എന്താണെന്ന് എനിക്ക് അറിയില്ലെങ്കിൽ പോലും ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ്. പിന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാഴ വെച്ചു, നമ്മുടെ ഇവിടുത്തെ ഹൈദരാബാദ് റൈസ് വെച്ചു, കുറച്ച് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട്.